കാര്യം പറയട്ടെ, ഈ ബസ്സും സബ്വേയും മെട്രോയും ട്രെയിനൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ എയറോപ്ലെയിന് പോലെയാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഇന്നിപ്പോൾ എന്താണ്ടായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്ക് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു 15 മിനിറ്റ് സബ്വേയിലിരിക്കണം. ഞാനിന്ന് ഇങ്ങനെ സബ്വേയിൽ ഒരറ്റത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് നല്ല വയറുവേദന ഉണ്ട് കേട്ടോ ഗൈസ്. സമയം എനിക്ക് പീരീഡ്സ് ആവാനായിട്ടുണ്ട്. ഞാനിങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുകയാണ്, ഇതിപ്പോൾ ഇന്നോ നാളെയോ പീരീഡ്സ് ആവും. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്ന് പീരീഡ്സ് ആക്കിയാൽ മതിയോ? ഒരു കുഞ്ഞിക്കാലമൊക്കെ കാണണ്ടേ? 30 വയസ്സായിട്ടില്ലേ, മുടിയെല്ലാം നരച്ച്. ഇനിയിപ്പോൾ ഇപ്പം കുഞ്ഞിക്കാല് കണ്ടിട്ടില്ലെങ്കിൽ എപ്പോൾ കുഞ്ഞിക്കാല് കാണുമെന്നാണ് വീട്ടുകാരൊക്കെ ചോദിക്കണത്. കുഞ്ഞിക്കാല് കണ്ടാൽ മാത്രം മതിയോ? കുഞ്ഞിക്കാലിൽ ഞാൻ വളർത്തണ്ടേ? വളർത്തി ഒരു മുതുക്കം കാലം ആക്കണ്ടേ? അതിന് കുറച്ച് പൈസ ചിലവില്ലേ? ആ പൈസ എൻ്റെ കയ്യിലുണ്ടോ? ഇനി അതും പോട്ടെ, പൈസ ഉണ്ടെങ്കിൽ തന്നെ പൈസ കൊടുത്താൽ കിട്ടാത്ത വേറൊരു സാധനം ഇല്ലേ, മനസ്സമാധാനം. ആ സാധനം പോകൂലേ? ഈ കുട്ടീനെ ഞാൻ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് വിടണോ? കല്യാണം കഴിപ്പിച്ച് വിടാന്ന് പറഞ്ഞാൽ എന്ത് പൈസ ആയിരിക്കും? എൻ്റെ കിഡ്നി വിറ്റാ കിട്ടുക. അങ്ങനെ കിഡ്നി വിറ്റാ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്ന് തൊട്ട് നോക്കിയതാ സൈഡില്. അപ്പല്ലേ ഞാൻ എൻ്റെ ചിന്തയെന്ന് ഉണർന്നത്. പൊന്നെടാ, ഞാൻ എവിടെ എത്തിന്ന് അറിയപ്പോഴേക്കോ യോർക്ക് മിൽസ് കഴിഞ്ഞ് ഞാൻ ബ്ലോറാനെങ്ങെത്തി. എന്ത് പറയാനാ കേസ്. ഇതിപ്പോ കാലിങ്ങനെ നീട്ടി വെച്ച് കഴിഞ്ഞാൽ വീടെത്തൂലാലോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങടിക്ക് വരുന്ന മറ്റേ അമ്മയുടെ വേറെ സബ് എടുത്ത് എന്നിട്ട് ഞാൻ വീടെത്തി. 5:45 വീടെത്തണ്ട, ഞാൻ 6:30 വീടെത്തിയത്. നമ്മൾ ബസ്സിലും ട്രെയിനിലും സബ്വേയിലും മെട്രോയിലും ഒക്കെ കയറിയിരുന്നാൽ കറക്റ്റ് സ്ഥലം എത്തുമ്പോൾ നമ്മൾ ഇറങ്ങണോ? അത് നമ്മൾ നോക്കിയിരിക്കണോ? ഇത് എയറോപ്ലെയിന് പോലും അല്ല ഈ വണ്ടികളൊന്നും. എയറോപ്ലെയിനിലാണെങ്കിൽ എയർ ഹോസ്റ്റസ് വന്നിട്ട് പറയും മോളെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇറങ്ങിക്കോന്ന്. അതുപോലെ അല്ല ഇതൊന്നും. മനസ്സിലായില്ലേ? ഇത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരാണ്. എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങളെ നന്നാക്കാൻ. ഞാൻ പിന്നെ ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തരുന്നതാണ്. അത്രേ ഉള്ളൂ. എന്നാൽ ശരി, ബൈ.